പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ദിനം നൽകി അനുഗ്രഹിച്ചതിന് നല്ല തമ്പുരാന് നമുക്ക് നന്ദി പറയാട്ടോ. നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്നൊരു കാര്യമാണ് അലസത എന്ന് പറയുന്നത്, മടിയെന്നും നമുക്ക് പറയാം. വചനം പറയുന്നത് എന്താ? അലസന്റെ മനസ്സ് പിശാചിന്റെ പടിപ്പുരയാണെന്ന് പറയുക. ഒരു അലസൻ എന്ന് പറയുന്നത് പിശാചിന്റെ പടിപ്പുരയാണെന്ന് പറയുക. പിശാച് അവനിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ പോയേക്കുമായിരുന്നു. അപ്പൊ ഒരു അമ്മ എന്നെ കാണാൻ വന്നു. എന്നിട്ട് പറയുമായിരുന്നു, അച്ഛാ, എന്റെ ഭർത്താവ് തെങ്ങ് കയറുന്ന ഒരാളാ. സാധാരണ ഒരു തെങ്ങ് കയറുന്ന ഒരാള് ഒരു ദിവസം 20-30 തെങ്ങ് മാക്സിമം കയറുള്ളൂ. പക്ഷെ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ അച്ഛാ, 150 തെങ്ങ് വരെ കയറും ഒരു ദിവസം. എന്നിട്ട് ഈ പൈസയൊക്കെ കൂട്ടി വെക്കും. ഞങ്ങളുടെ ഒരു കാര്യത്തിനും കുറവ് വരുത്തത്തില്ല. എന്നിട്ട് മക്കളും ചിലപ്പോൾ ചോദിക്കുമെന്ന്, അപ്പ എന്തിനാണ് ഈ 150 തെങ്ങൊക്കെ ഇങ്ങനെ അധ്വാനിക്കുന്നത്, പൈസ സമ്പാദിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറയുമെന്ന്, എനിക്ക് ആരോഗ്യമുള്ളപ്പോഴല്ലേ ഇങ്ങനെ തെങ്ങൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നാളെ നിങ്ങൾ പറയരുത് ഞാൻ മക്കളായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും സ്വരുക്കൂട്ടിയിട്ടില്ലെന്ന്. എൻ്റെ മാതാപിതാക്കളോ എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷേ എൻ്റെ മാതാപിതാക്കളെ പോലെ ആകരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വത്തൊക്കെ കരുതി വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ല അധ്വാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ. ആ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് അഭിമാനത്തോടെ ചെയ്യുന്നത്. അദ്ദേഹം പള്ളിയിലൊക്കെ വരും, കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു മനുഷ്യൻ. ഒരു മദ്യപാനവും ഇല്ല, ഒരു പുകവലിയില്ല. കണ്ണുനീരോടെയാണ് ആ ഭാര്യ ആ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്. അത് കഠിനാധ്വാനിയായ ഒരു മനുഷ്യൻ. അപ്പൊ നമ്മുടെ ജീവിതമൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് അധ്വാനിക്കണം, വിളിക്കനുസരിച്ച് അധ്വാനിക്കണം. ഇപ്പൊ അച്ഛൻ ഒരു ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം വീഡിയോസൊക്കെ 2 വീഡിയോസ് അയക്കുന്നു. എന്നെ കാണാൻ വരുന്നവരെയൊക്കെ കാണുന്നു, ഓടി നടന്ന് ധ്യാനിപ്പിക്കുന്നു. എൻ്റെ ഒരു ചിന്ത എന്താണെന്നറിയോ? എനിക്ക് കിട്ടിയിരിക്കുന്ന യൗവനം നഷ്ടപ്പെടുത്തി കളയരുത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തു, എളിയദാസൻ ചെയ്തു എന്നുള്ളൊരു ചിന്ത, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. അത് നിങ്ങളോട് എല്ലാവരോടും അച്ഛൻ പറയാണ്, മടി പിടിച്ചിരിക്കരുത്. ജോലിക്ക് പോകാതെ അധ്വാനിക്കാതെ അലസനായി പോകരുത്. നന്നായിട്ട് അധ്വാനിക്കുക. നിനക്ക് കിട്ടിയിരിക്കുന്ന ആരോഗ്യം, നിനക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് നന്നായി അധ്വാനിക്കുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അലസത കൂടാതെ ജീവിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.